ഭാര്യയും മക്കളെയും പെരുവഴിയിലാക്കിയ വ്യക്തി എന്നിങ്ങനെ തമിഴ്നാടിനെ സംരക്ഷിക്കും എന്ന ചോദ്യം സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ വിജയ്ക്കെതിരെ വലിയ രൂപത്തിൽ ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ജനങ്ങളിൽ നിന്നും നടന്നു ലഭിക്കുന്ന സ്നേഹവും വരവേൽപ്പും വർഷങ്ങളായുള്ള കഠിനാധ്വാനം മൂലം മാത്രം ഉണ്ടായതാണെന്ന് നടി വനിത വിജയകുമാർ പറയുകയാണ്. വിജയുടെ കുടുംബത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് അറിയാതെ വിമർശിക്കുന്നവരോട് യോജിപ്പില്ല എന്നും വനിത പറയുന്നു. വിജയോടും അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെയും സംഗീതയും എല്ലാം വ്യക്തിപരമായി എനിക്കറിയാം. വിജയെ ഞാൻ ഇപ്പോഴും പിന്തുടരുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു മോശം വ്യക്തിയല്ല എന്ന് തനിക്ക് അറിയുന്നത് കൊണ്ടാണെന്നും വനിത പറയുന്നു. രാഷ്ട്രീയത്തെക്കുറിച്ച് വിജയ്ക്ക് എന്ത് അറിയാമെന്ന് ചോദിക്കുന്നവരോട് വിജയുടെ ഹാർഡ് വർക്ക് എത്രത്തോളം എന്ന് കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുണ്ട്. കഷ്ടപ്പെട്ട് തന്നെയാണ് ഉയർന്നു വന്നത്. എനിക്കൊപ്പം അഭിനയിച്ചപ്പോൾ എനിക്ക് 1,00,000 രൂപയെക്കുറിച്ച് വിജയ് പ്രതിഫലം കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് അണിയറ പ്രവർത്തകർ എടുത്തു തരുമായിരുന്നു. പക്ഷെ വിജയുടെ ട്രെയിൻ ടിക്കറ്റ് ആയിരുന്നു നൽകിയത്. കഷ്ടപ്പാടറിഞ്ഞ് വളർന്നു വരട്ടെ എന്നാണ് പറഞ്ഞ് അദ്ദേഹത്തിന്റെ അച്ഛൻ തന്നെയാണ് ഫ്ലൈറ്റ് ടിക്കറ്റിന് പകരം ട്രെയിൻ ബുക്ക് ചെയ്താൽ മതി എന്ന് അണിയറ പ്രവർത്തകരോട് പറഞ്ഞത്. ഇന്ന് കോടികൾ പ്രതിഫലം ലഭിക്കുമെന്നും ലക്ഷക്കണക്കിന് പേർ അദ്ദേഹത്തെ ആരാധിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു കാരണം 20 വർഷത്തോളം അദ്ദേഹം ചെയ്ത കഠിനാധ്വാനം തന്നെയാണ്. ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം പണം കൊടുത്ത് വാങ്ങാൻ കഴിയില്ല. ഇന്ന് ക്യാമറയും മൈക്കും വെച്ച് ആളുകൾ അദ്ദേഹത്തെ കുറിച്ചാണ് ഓരോന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എന്ത് വേണമെങ്കിലും പറയും. വിശ്വസിക്കുകയാണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളല്ലേ എന്നും തോന്നും. വിജയ്ക്കുള്ള സ്വീകാര്യത എത്ര സൂപ്പർ താരങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് പറയുന്നു. ആർക്കുമില്ല. വളരെ ചുരുക്കം പേർക്ക് മാത്രമാണ് അത്തരത്തിൽ ഒരു സ്വീകാര്യത ലഭിക്കുകയുള്ളൂ. കുറ്റം പറയാൻ വേണ്ടി ആളുകൾ ഇറങ്ങിത്തിരിച്ചാൽ പിന്നെ എന്തു പറയാനാണ്? വിജയുടെ വ്യക്തിജീവിതത്തിലും ദാമ്പത്യത്തിലും എന്താണ് സംഭവിച്ചത്, സത്യം എന്താണെന്ന് എന്നൊന്നും ആർക്കും അറിയില്ല. ഒരാളുടെ ക്യാരക്ടറിനെ പറ്റി പറയുന്നത് രാഷ്ട്രീയവുമല്ല. നാടിനെ സംരക്ഷിക്കാനുള്ള എത്ര പേർ അവരുടെ കുടുംബത്തെ സംരക്ഷിക്കുന്നുണ്ട്? 2 ഭാര്യമാരുള്ളവർ സംരക്ഷിച്ച് നാടിനെ പ്രവർത്തിക്കുകയും ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ സംഗീതയെ വിജയ്ക്ക് ശാരീരികമായി ഉപദ്രവിച്ചിട്ടില്ല എന്ന് ചോദിച്ചാൽ, ഡൈവോഴ്സ് കാര്യങ്ങൾക്ക് ഒരു അഭിഭാഷകനെ സമീപിച്ചാൽ വിവാഹമോചനം ലഭിക്കാൻ ബുദ്ധിമുട്ടുള്ള കേസുകളാണെങ്കിൽ അഭിഭാഷകൻ തന്നെ വിവാഹമോചനത്തെപ്പറ്റി ഐഡിയകൾ കക്ഷിക്ക് പറഞ്ഞു കൊടുക്കും. ജീവനാംശം എങ്ങനെ വാങ്ങണമെന്ന കാര്യം, എന്തൊക്കെ സെക്ഷൻ തീർക്കണം എന്നെല്ലാം തന്നെ ഡൈവോഴ്സിന് പോകുന്ന മുമ്പ് സ്ത്രീക്ക് അറിയണമെന്നില്ല. ഒരാൾ മുന്നോട്ട് വന്ന് നാടിനെ നല്ലത് ചെയ്യാൻ തയ്യാറാകും പറയുമ്പോൾ അയാളുടെ കുടുംബം എങ്ങനെയാണ് പോകുന്നത് എന്ന് അന്വേഷിക്കേണ്ട കാര്യമില്ല, വിമർശിക്കേണ്ട കാര്യമില്ല. ആർക്കും ആരുടെ പേരിലും ആരോപണങ്ങൾ ഉന്നയിക്കാം. അതുപോലെ തൃശ നല്ലൊരു സുഹൃത്താണ്, ഡീസൻ്റായ ഒരു വ്യക്തിയാണ്, ബഹുമാന്യമായ ഒരു വ്യക്തിയാണ്. എല്ലാവർക്കും അവരുടേതായ ഒരു ജീവിത കഥയുണ്ട്. ആ കഥ അറിയുന്നവർ അവരെക്കുറിച്ച് മോശം പറയുന്നത് തെറ്റാണ്. പലരുടെയും കഥ എനിക്കറിയാം. അതൊന്നും താൻ തുറന്നു പറഞ്ഞിട്ടുമില്ല. വിജയുടെ കല്യാണത്തിന് ഞാൻ പങ്കെടുത്തിട്ടുമുണ്ട്. അങ്ങനെ വിജയെ പറ്റി ഒരുപാട് സംസാരിക്കുകയാണ് വനിത. നിങ്ങൾക്ക് വിജയ് ഇഷ്ടമാകുന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത്